വിവര സാങ്കേതിക വിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം സ്ക്രീനുകളിലുള്ളിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിരൽത്തുമ്പിലെ ഒരു സ്പർശനത്തിലൂടെ ലോകത്തെ സകല വിവരങ്ങളും നമ്മുടെ മുന്നിലെത്തുമ്പോഴും എവിടെയോ വെച്ച് നമുക്ക് വായനയുടെ വസന്തം നഷ്ടമായിരിക്കുന്നു. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ശ്രദ്ധാശൈഥില്യമാണ്. സോഷ്യൽ മീഡിയയിലെ ചെറിയ വീഡിയോകളിലൂടെയും വാർത്താശകലങ്ങളിലൂടെയും നാം അറിവ് നേടാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമാകുന്നത് ആഴത്തിലുള്ള വായനയും ചിന്താശേഷിയുമാണ്. ഇവിടെയാണ് പുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകാമെന്ന ആഹ്വാനം പ്രസക്തമാകുന്നത്. പുസ്തകങ്ങൾ കേവലം അക്ഷരക്കൂട്ടങ്ങളല്ല, അവ അനുഭവങ്ങളുടെയും അറിവിൻ്റെയും വലിയ ലോകത്തിലേക്കുള്ള വാതിലാണ് തുറക്കുന്നത്. ഒരു പുസ്തകം വായിക്കുമ്പോൾ നാം ഒരു പുതിയ ജീവിതമാണ് ജീവിക്കുന്നത്. എഴുത്തുകാരൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിക്കുമ്പോഴും ആ കഥാപാത്രങ്ങളുടെ വൈകാരിക തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സ് കൂടുതൽ പാകപ്പെടുന്നു. ദൃശ്യമാധ്യമങ്ങൾ നമുക്ക് കാഴ്ചകൾ നൽകുന്നുണ്ടെങ്കിലും വായനയുടെ നമ്മുടെ ഭാവനയെയാണ് ഉണർത്തുന്നത്. അക്ഷരങ്ങൾക്കിടയിലെ വിടവുകളിൽ വായനക്കാരൻ സ്വയം ഭാവന കൊണ്ട് നിറങ്ങൾ ചാലിക്കുന്നു. ഇത് മനുഷ്യൻ്റെ സർഗാത്മകതയെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വായനാശാലകളിലെ നിശബ്ദതയും പുസ്തകത്താളുകളുടെ ഗന്ധവും നൽകുന്ന ആത്മസംതൃപ്തി മറ്റൊരു സാങ്കേതിക വിദ്യക്കും പകരമാകില്ല. അതൊരു ജൈവികമായ അവസ്ഥയാണ്. ഒരു പുസ്തകം കയ്യിലെടുത്ത് അതിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ പുറം ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ജാഗ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അറിവ് നേടുക എന്നതിലുപരി സ്വയം കണ്ടെത്താനും ലോകത്തെ മറ്റൊരു കണ്ണിലൂടെ കാണാനും വായന നമ്മെ പ്രാപ്തമാക്കുന്നു. പുതിയ തലമുറക്ക് പുസ്തകങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ദൗത്യം അത് നമുക്കുണ്ട്. അങ്ങനെ വായനാ സംസ്കാരം വീണ്ടെടുക്കണം. അത് നമ്മുടെ ഒരു ബാധ്യതയാണ്. വീടുകളിൽ ചെറിയൊരു ലൈബ്രറി ഒരുക്കുന്നതും ദിവസം കുറച്ചു സമയം വായനക്കായി മാറ്റിവെക്കുന്നതും വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടും. തിരക്കുകൾക്കിടയിലും പുസ്തകങ്ങൾക്കായി നമുക്ക് സമയം കണ്ടെത്തണം. നാം കൂടുതൽ മനുഷ്യത്വമുള്ളവരും വിവേകമുള്ളവരുമായി മാറുകയും അറിവിൻ്റെ ആഴങ്ങളിലേക്ക് അക്ഷരങ്ങളുടെ വെളിച്ചത്തിലേക്ക് കടന്നു പോകാനുമെല്ലാം നമുക്ക് കഴിയേണ്ടതുണ്ട്. വായനാശീലത്തിലേക്ക് മടങ്ങുകയും വായനയുടെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയുമാണ് നാം ചെയ്യുന്നത്. ഡിജിറ്റൽ വായനയും ഡിജിറ്റൽ കാഴ്ചകളും ദൃശ്യങ്ങളുടെ ഒരു ലോകവുമെല്ലാം നമ്മളെ ജൈവികമായ ഒരു പ്രക്രിയയിൽ നിന്നും മാറ്റി നിർത്തുന്നു. അതുകൊണ്ട് തന്നെ നാം ആ ജൈവികമായ ആ ഭൗതികമായ ആ ഒരു പ്രക്രിയയിലേക്ക് വിചാരങ്ങളുടെ സമ്മിശ്രമുള്ള ആ ഒരു ജൈവിക അവസ്ഥയിലേക്കെല്ലാം തിരിച്ചു പോകേണ്ടതും വരേണ്ടതുമുണ്ട്. ഓർമ്മകൾ നഷ്ടപ്പെട്ട് അതിൻ്റെ ഒരു ഓർമ്മകളുടെ ഭ്രംശനത്തിലൂടെ നാമാവശേഷമാകുന്ന ഒരു വിഭാഗത്തിൽപ്പെടാതെ നമ്മളെ ഓർമ്മകളെയും നമ്മളെ ബുദ്ധിയെയും നമ്മളെ ചിന്തയെയുമെല്ലാം ഇങ്ങനെ വളരെ തുടച്ച് മിനുക്കിക്കൊണ്ട് പുതിയൊരു തലത്തിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ഓർമ്മ നഷ്ടപ്പെട്ട് നാമാവശേഷമാകാതിരിക്കാൻ നമുക്കൊന്നേ ചെയ്യാനുള്ളൂ: പുസ്തകം കയ്യിലെടുക്കുക. നമ്മളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് കരുത്ത് പകരാൻ ഒന്നേയുള്ളൂ: പുസ്തകങ്ങൾ. തീർച്ചയായിട്ടും നല്ലൊരു വായനാ ശീലം നാം ഓരോരുത്തരിലും വളർത്തിയെടുക്കുക, നമ്മളെ കുട്ടികളിലും വളർത്തിയെടുക്കുക. അത് നമ്മെ മുന്നോട്ട് നയിക്കും. എല്ലാവർക്കും ഹൃദ്യമായ അഭിവാദ്യങ്ങൾ.